സപ്പോസ് നമ്മളുടെ എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ഈ എ എന്ന മെട്രിക്സിന്റെ സൈസ് m/n ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദി ട്രാൻസ്പോസ് ഓഫ് capital A is defined as the matrix obtained by interchanging the rows and columns of capital A. അതായത് നമ്മളുടെ എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ എ എന്ന മെട്രിക്സിന്റെ കോളത്തിനെയും റോനെയും ഇന്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോസ് ഓഫ് എ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക എ റേസ് ടു ടി അല്ലെങ്കിൽ എ ഡാഷ്. ഈ രണ്ട് നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുക. നമ്മൾ കൂടുതലും ഉപയോഗിക്കുക ഈ ആദ്യത്തെ നൊട്ടേഷനാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 3 1 0 5. ഇനി എ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എ എന്ന മെട്രിക്സിന്റെ റോസിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് എ എന്ന മെട്രിക്സിന്റെ റോസ് എ ട്രാൻസ്പോസിന്റെ കോളം ആയിട്ട് മാറും, അല്ലെങ്കിൽ നേരെ തിരിച്ച് എയുടെ കോളം എ ട്രാൻസ്പോസിന്റെ റോ ആയിട്ട് മാറും. അപ്പൊ നമുക്കിവിടെ എയുടെ റോ കോളം ആവുന്നത് എടുക്കാം. അപ്പൊ എയുടെ റോ 1 2 എ ട്രാൻസ്പോസിൽ അത് കോളായിട്ട് എഴുതണം. 3 1 3 1 0 5 0 5. ഇതായിരിക്കും നമ്മുടെ എ ട്രാൻസ്പോസ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എയുടെ കോളം നമ്മൾ എ ട്രാൻസ്പോസിന്റെ റോ ആയിട്ട് എഴുതി. അങ്ങനെയാണ് നമ്മൾ പറയാ. റോനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെയാണ് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടി കാണാം. ലെറ്റ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു 1 3 8 6 9 2 2 7 0. ഇനി നമുക്ക് ബി ട്രാൻസ്പോസ് കാണണം. ബി ട്രാൻസ്പോസ് കിട്ടാൻ വേണ്ടി ബി എന്ന മെട്രിക്സിന്റെ കോളത്തിനെയും റോനെയും ഇന്റർചേഞ്ച് ചെയ്യുക. 1 6 2 3 9 7 8 2 0. ഇതായിരിക്കും നമ്മുടെ ബി ട്രാൻസ്പോസ്. ഇനി നമുക്ക് ട്രാൻസ്പോസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. പ്രോപ്പർട്ടീസ്. ലെറ്റ് എ ആൻഡ് ബി be two matrices and let A transpose and B transpose be their respective transposes. Then the property A transpose transpose A transpose in the transpose equal to A. രണ്ടാമത്തത് A plus B transpose equal to A transpose plus B transpose provided A and B are of the same size. ഇവിടെ നമ്മൾ സെയിം സൈസ് എന്ന് പറയാൻ കാരണം എ പ്ലസ് ബി ഡിഫൈൻഡ് ആവണമെങ്കിൽ രണ്ട് മെട്രിസസും സെയിം സൈസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി കെ എ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് where k is any number. Last and the most important property AB transpose equal to
ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ശ്രദ്ധിക്കുക, ഇതിവിടെ നമ്മൾ തെറ്റ് വരുത്തും. എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്, അല്ലാണ്ട് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല. അവിടെ ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ട്. എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, പ്രൊവൈഡഡ് എ ഇൻറ്റു ബി ഒക്കെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ എക്സ്ട്രാ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. പ്രൊവൈഡഡ് എ ആൻഡ് ബി are conformable for multiplication. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ബി ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് കണ്ടു നോക്കാം. ബി ട്രാൻസ്പോസ് ഇതാണ്, ഇതിന്റെ ട്രാൻസ്പോസ് 1 6 2 3 9 7 8 2 0. ഇതൊന്നും പറയണത് നമ്മളുടെ ബി എന്ന മെട്രിക്സ് തന്നെയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി പറയണത്. എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സ്. ട്രേസ് ഓഫ് എ മെട്രിക്സ്. ട്രേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ട്രേസ് ഒരു സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ. ട്രേസ് is defined only for square matrices. എപ്പോഴും ഓർത്തിരിക്കണം, ട്രേസ് എന്ന കൺസെപ്റ്റ് സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഡെഫിനിഷൻ പറയാം. ദി ട്രേസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് capital A is the sum of the elements on the main diagonal. ട്രേസ് ഓഫ് എനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ടി ആർ ഓഫ് എ. ഇതാണ് ട്രേസ് ഓഫ് എയുടെ നൊട്ടേഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. എ ഈക്വൽ ടു A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഡയഗണലിലത്തെ എലമെന്റ്സിന്റെ സം ഈക്വൽ ടു A11 പ്ലസ് A22 പ്ലസ് A33. ഇനി നമുക്ക് എ ട്രാൻസ്പോസിന്റെ ട്രേസ് എന്താവുന്നു ഒന്ന് നോക്കി നോക്കാം. അപ്പൊ എ എന്ന മെട്രിക്സ് ഇതാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ഈക്വൽ ടു A11 പ്ലസ് A22 പ്ലസ് A33 which is equal to trace of A. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി പറയാം. ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ. അടുത്ത എക്സാമ്പിൾ, ലെറ്റ് ബി ഈക്വൽ ടു -1 2 7 0 3 5 -8 4 1 4 7 3 -5 7 -5 0. അപ്പോൾ ട്രേസ് ഓഫ് ബി എന്ന് പറയുന്നത് പി എന്ന മെട്രിക്സിത്തെ
ഡയഗണൽ എലമെന്റ്സിന്റെ സം ഈക്വൽ ടു -1 + 5 + 7 + 0 ഈക്വൽ ടു -1 + 12 ഈക്വൽ ടു 11. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.